എൻ്റെ സഹോദരങ്ങളെ, സഭയുടെ ചരിത്രം പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ചരിത്രമാണ്. 2000 വർഷമായിട്ടുള്ള തിരുസഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് നവീകരിക്കുന്നതായും തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് റിവൈവ് ചെയ്യുന്നത്, ഉണർത്തുന്നതായും ശക്തീകരിക്കുന്നതായും സഭയ്ക്കുണ്ടായ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും സഭയ്ക്കുണ്ടായ കഠിനമായ പീഡനങ്ങളിലും പരിശോധനകളിലും തൻ്റെ സഭയെ അത്ഭുതകരമായി നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് 2000 വർഷത്തെ സഭാ ചരിത്രത്തിന് നമ്മോട് പറയാനുള്ളത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനോട് ബന്ധപ്പെട്ട് ദൈവജനത്തോട് പറയുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു, സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് 2000 വർഷത്തെ പരിശുദ്ധാത്മ പ്രവർത്തന ചരിത്രം കൂടിയാണ്. എത്ര മനോഹരമായ വാക്കുകളാണ്! സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് 2000 വർഷമായിട്ടുള്ള തൻ്റെ സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചരിത്രമാണ് തിരുസഭയ്ക്കുള്ളത്. സഭയെ നയിക്കുന്നു, സഭയെ നവീകരിക്കുന്നു, സഭയെ ശക്തീകരിക്കുന്നു, സഭയെ ഉണർത്തുന്നു, സഭയെ പടുത്തുയർത്തുന്നു, സഭയെ പരിപോഷിപ്പിക്കുന്നു, തൻ്റെ സഭയെ പരിപാലിക്കുന്ന അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. കരങ്ങൾ അടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, തിരുസഭയോർത്ത് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. അതുകൊണ്ട് ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ആത്മാവിൻ്റെ ശക്തമായ റിവൈവൽ, ഉണർവുണ്ടാകണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, അതിനെ തക്കതായ ശുദ്ധീകരണം ഉണ്ടായേ മതിയാകൂ. ദൈവജനം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. എവിടെ ആത്മാവിൻ്റെ ശുദ്ധീകരണമുണ്ടോ അവിടെയാണ് ആത്മാവിൻ്റെ ഉണർവുണ്ടാകുന്നത്. ഒരു റിവൈവൽ വെളിപ്പെടണമെങ്കിൽ ദൈവജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. എല്ലാ പാപങ്ങളിൽ നിന്നും, അശുദ്ധതയിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ഭോഗേച്ഛകളിൽ നിന്ന്, ജഡപാപങ്ങളിൽ നിന്ന്, സുഖലോലുപതയിൽ നിന്ന്, എല്ലാവിധ ആസക്തികളിൽ നിന്ന്, മ്ലേച്ഛതയുടെ സ്വാധീന ബന്ധനങ്ങളിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ റിവൈവൽ സംഭവിക്കുന്നത്. നമുക്ക് ആത്മാവിന് ഉണർവ് വേണോ? നമ്മുടെ സഭയിൽ ഉണർവിൻ്റെ തീ കത്തി പടരണോ? ഉണർവിൻ്റെ കാറ്റ് വീശി അടിക്കണോ? അടുത്തൊരു ഫേസ് റിവൈവൽ സഭയിൽ സംഭവിക്കണമെങ്കിൽ പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തിനാ ശുദ്ധീകരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നത്? ആത്മാവിൻ്റെ ഉണർവിനായി, റിവൈവലിനായി, ഒരു റിനീവൽ, നവീകരണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ജൂബിലി വർഷത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ഈ കൃപയുടെ വർഷത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകണം. നമ്മെ കഴുകി നിർമ്മലീകരിക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം. നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ സമൂഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ സഭ ശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, ഇതിനു വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളോട് സഹകരിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചു, ഉണർവിൻ്റെ പ്രോട്ടോകോൾ ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. അവിടെ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും. അടുത്ത വചനം ഞങ്ങൾ ഉച്ചത്തിൽ ഒരുമിച്ച് വായിച്ചേ. തങ്ങളുടെ
ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ, പാപവഴികളിൽ നിന്ന്, പാപമാർഗങ്ങളിൽ നിന്ന്, അശുദ്ധിയുടെ വ്യാപാരങ്ങളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് എൻ്റെ ജനം പിന്തിരിഞ്ഞ് അവർ എന്നിലേക്ക് മുഖമുയർത്തുമ്പോൾ, എൻ്റെ സന്നിധിയിൽ കരങ്ങൾ വിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ദേശത്ത് ഞാൻ നവീകരിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾ ഞാൻ ഉണർത്തും. അനുഗ്രഹത്തിന്റെ പിന്മഴ പെയ്തിറങ്ങും. അവരുടെ ദേശം അനുഗ്രഹത്തിന്റെയും സമ്പത്തിന്റെയും ദേശമായി മാറും. എപ്പോഴാണ് ദൈവജനം സകല ദുർവൃത്തികളിൽ നിന്നും ദുഷ്കർമ്മങ്ങളിൽ നിന്നും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനം സംഭവിക്കുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. ശുദ്ധീകരണത്തിന്റെ തീ, ശുദ്ധീകരണത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അതിനായി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയോടെ പ്രവർത്തിക്കും. സഭാ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള ആത്മാവിന്റെ പ്രവർത്തനങ്ങള്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകള്, പരിശുദ്ധാത്മ നടത്തിപ്പ്, പരിശുദ്ധാത്മ നിയന്ത്രണം, പരിശുദ്ധാത്മ ശക്തീകരണം സമയാസമയങ്ങളിൽ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് ഇന്നുവരെ തന്റെ സഭയെ അത്ഭുതകരമായി നയിക്കുകയാണ്. ആരെല്ലാം ഈ സാന്നിധ്യത്തിന് വേണ്ടി, ആരെല്ലാം ആത്മാവിന്റെ ഉണർവിനായി ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ അവരിലെല്ലാം ഈ അത്ഭുതകരമായ കൃപ ഒഴുകപ്പെടും. സ്തുതിക്കുന്ന കർത്താവേ. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 2-ാമത്തെ വചനം, സദാപുരം വചനം വായിച്ച്, ഹൃദയം നുറുകിക്കൊണ്ട വചനം വായിച്ച്, യെശയ്യാ പ്രവചനം 64:2 എന്താണ് വചനം പറയുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പെട്ടെന്ന് വായിച്ച്. അഗ്നിയാൽ വിറക് എരിയുന്നത് പോലെ, വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് തന്നിൽ ആശ്രയിക്കുന്നവരിൽ പ്രവർത്തിക്കും. അഗ്നിയിൽ വിറക് എരിയുന്നത് പോലെ, ചൂടിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ വ്യാപനം, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മ തീ, പരിശുദ്ധാത്മ അഭിഷേകം, ആത്മാവിന്റെ ശക്തീകരണം തന്റെ സഭയിലേക്ക് പ്രവഹിക്കും. തന്നിൽ ആശ്രയിക്കുന്നവരിലേക്ക് എല്ലാം ഈ അഭിഷേകം ആത്മാവ് പകർന്നു നൽകും. സ്തുതിക്കുന്നു. ഞാനിത് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ ആ ശക്തിയുടെ അനുഭവം ഉണ്ടാവുകയാ. സഹോദരങ്ങളെ, അനേകരെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുക, അനേകരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളത് ഏറ്റെടുക്കുന്ന കർത്താവേ. വെള്ളം തിളയ്ക്കുന്നത് പോലെ, അഗ്നിയിൽ വിറക് എരിയുന്നത് പോലെ തന്റെ ദാസന്മാരുടെ മേൽ ഉണർവിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളിലേക്ക് അഗ്നിയിൽ എരിയുന്ന വിറക് പോലെ, തിളയ്ക്കുന്ന വെള്ളം പോലെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തിയുടെ വ്യാപനം ഉണ്ടാകട്ടെ. റിലീസ്. യെശയ്യാ പ്രവചനം 59:19 വീണ്ടും എന്താ വചനം പഠിപ്പിക്കുന്നത്? പടിഞ്ഞാറുള്ളവർ കർത്താവിന്റെ നാമത്തെയും കിഴക്കുനിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും. കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ പരിശുദ്ധാത്മാവ് വരും. കർത്താവിന്റെ കാറ്റ് ആരാ? അത് പരിശുദ്ധ റൂഹയാണ്, ഹോളി സ്പിരിറ്റ് ആണ്. കർത്താവിന്റെ കാറ്റിനാൽ ആർക്കും തടുക്കാൻ കഴിയാത്ത വിധം തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ കുത്തൊഴുക്ക്, ആത്മാവിന്റെ പുതുപ്രവാഹം തന്റെ സഭയിൽ സംഭവിക്കുമെന്ന് ഇത് പ്രവചന വചന സഹോദരങ്ങളെ. യുഗാന്ത സഭയിൽ സംഭവിക്കാൻ പോവുക.
യുഗാന്ത സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോവാം. കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപ് സഭയിൽ ആഗമനം ഒരു ശക്തമായ റിവൈവൽ പരിശുദ്ധാത്മാവ് നൽകാൻ പോവാ. ഉണർവിന്റെ കാറ്റ് വീശി തുടങ്ങിയ സഹോദരങ്ങളെ, അമേരിക്കയിലെ അവിടെ കെൻഡക്കി എന്ന് പറയുന്ന സ്റ്റേറ്റിലെ അവിടെ യൂണിവേഴ്സിറ്റികളിൽ ശക്തമായ ആത്മാവിന്റെ ഉണർവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികള്, നല്ല ചുറുചുറുക്കുള്ള യുവമക്കള്, അവർ വചനം കേട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ യേശുവിനെ കണ്ടുമുട്ടുന്നു. അനേകർ യേശുവിനെ ഏക രക്ഷകനായി സ്വീകരിക്കുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യുവജനങ്ങളാണ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് അവരുടെ യൗവനത്തെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മാവിന്റെ പ്രവർത്തനമല്ലേ? ഇത് റിവൈവലിന്റെ അടയാളമല്ലേ? സഹോദരങ്ങളെ, കരങ്ങൾ ഉയർത്തി ആ പകർച്ച കേരള സഭയുടെ മേലും, സഭാ മക്കളിൽ, സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ യുവജനങ്ങളിൽ, സഭയുടെ ശുശ്രൂഷകരിൽ, സഭയുടെ വന്യവൈദികരിൽ, സമർപ്പിതരിൽ, സകലിലും പടരുവാൻ കരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച് ആത്മാവേ, ഓ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആദിമ സഭയെ അത്ഭുതകരമായി നയിച്ച പരിശുദ്ധാത്മാവേ, കേരള സഭയെ ഉണർത്തണമേ, കേരള സഭയെ നവീകരിക്കണമേ. ഈ ജൂബിലി വർഷത്തിൽ സഭയെ ശക്തിപ്പെടുത്തണമേ, സഭ മുഴുവനെയും ഉണർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിഖാല ബാബാ 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 ഷിയാലി ബാബാ ബാബാ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ഉണർവോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആദിമ സഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവര പുതിയ അഭിഷേകം പകരുവാൻ. ചേർന്ന് പാടികേ. ആദിമ സഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൻ പുതിയ അഭിഷേകം പകരുവാൻ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കേരള സഭയിലേക്ക്, ഭാരത സഭയിലേക്ക് ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ, ആഗ്രഹത്തോടെ പറഞ്ഞേ, കൃപയായി കൃപയായി കൃപയായി. ആത്മാവേ, കരമുയർത്തി ഒറ്റ വിളി പരിശുദ്ധാത്മാവേ. റൂഹ റൂഹ റൂഹ, ദൈവത്തിന്റെ റൂഹായേ, കേരള സഭയിലേക്ക് വരണമേ. സഭയെ റിവൈവ് ചെയ്യണമേ, സഭയെ ഉണർത്തണമേ, സഭയെ നവീകരിക്കണമേ, സഭയെ എംപവർ ചെയ്യണമേ. കുടുംബങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ ഉണർവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. സ്തുതിക്കുന്നു 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 പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ പരിശുദ്ധാത്മാവിന്റെ നവമായ പ്രവാഹം യുഗാന്ത സഭയിലേക്ക് ഒഴുകപ്പെടും. ഇത് സ്വർഗം തരുന്ന പ്രവചന സഹോദരങ്ങൾ. കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപ് ഒരു വലിയ കുത്തൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് സഭ മുഴുവനിലും വെളിപ്പെടും. അതിന്റെ ചില ലക്ഷണങ്ങളാണ് ലോകത്തിൽ പല ദിക്കുകളിൽ, രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിചാരിതങ്ങളല്ല, ഇത് കർത്താവിന്റെ കൃത്യമായ പദ്ധതിയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കേരള സഭയ്ക്ക് വലിയ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നവീകരണ മുന്നേറ്റമാണ് കരിസ്മാറ്റിക് റിന്യൂവൽ, കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം. എന്നാൽ സഹോദരങ്ങളെ, നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവാഹം, ഈ ഒഴുക്ക്, അത് സ്ലോലി കുറഞ്ഞു വരുന്നതായി കാണുന്നു. പരിശുദ്ധാത്മാവിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, സഭാമക്കളിൽ നമ്മളിൽ വന്നു പോകുന്ന അശുദ്ധികളും അവിശ്വസ്തതകളും അനുസരണക്കേടുകളും, നമ്മളിൽ സംഭവിക്കുന്ന ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളും, വചനത്തോടുള്ള അനാദരവും, നിരന്തരമായി സംഭവിക്കുന്ന ദൈവനിന്ദകള്, ഇതെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയാണ്. ഒത്തിരിയേറെ പരിശുദ്ധാത്മാവ് നമ്മളെ വേദനിപ്പിക്കുന്നു. സഭയുടെ ആത്മാവായി പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു.
കർത്താവിനെ നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇത് ആത്മാവിൻ്റെ പ്രവാഹത്തെ, ആ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇന്ന് വലിയൊരു ഔട്ട് പോറിങ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ പകർച്ച നമുക്കിന്ന് പലപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മ പ്രവർത്തിക്കാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, അത് അനുഭവിക്കാൻ തക്കവിധം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അതിനൊരുക്കപ്പെട്ട പാത്രങ്ങളായി നമ്മൾ മാറുന്നില്ല. ഒരു യഥാർത്ഥ റിവൈവൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. ദൈവജനം ശുദ്ധീകരിക്കപ്പെടണം. എല്ലാ പാപങ്ങളിൽ നിന്നും സകലവിധ മലിനതകളിൽ നിന്ന് ദൈവത്തിന് ജനം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മ നൽകുന്ന ഉണർവിന്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ റിവൈവൽ എക്സ്പീരിയൻസ്, ഉണർവിന്റെ ഫയർ നമ്മളിൽ കത്തുന്നത് നമുക്കത് അനുഭവിക്കുവാൻ, സ്വന്തമാക്കുവാൻ സഹോദരങ്ങളെ കഴിയണമെങ്കിൽ നമ്മളൊരു ശുദ്ധീകരണം, നമ്മളൊരു ശുദ്ധീകരണം, നമ്മൾ സാന്റിഫൈ ചെയ്യപ്പെടണം, നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. കർത്താവിനാൽ നമ്മൾ കഴുകപ്പെടണം. അവിടുത്തെ സത്യവചനത്താൽ നമ്മൾ കഴുകപ്പെടണം. ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കണം. അതിനായി നമ്മൾ പരിശുദ്ധാത്മാവിനെ പെർമിറ്റ് ചെയ്യണം, അനുവദിക്കണം. സഹോദരങ്ങളെ, പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നു, എഫെസസ്കാർക്ക് ഇത് ലേഖനം 4:30. എന്താ ആത്മാവ് പറയുന്നത്? എഫെസസ് 4:30, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുദ്ര ചെയ്ത ആത്മാവിനെ വേദനിപ്പിക്കരുത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മൾ സങ്കടപ്പെടുത്തരുത്. അത് ആത്മാവിന്റെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും, ആത്മപ്രവർത്തനത്തെ തടയും. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ അത് മന്ദീഭവിപ്പിക്കും, നിർവീര്യമാക്കി കളയും. കർത്താവ് നമ്മളെ വിളിക്കുന്നത് എങ്ങോട്ടാ സഹോദരങ്ങളെ? ഒരു ഉണർവിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭ മുഴുവനിലും, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ ഉണർവിനായി നമ്മൾ ദാഹിച്ച് ഈ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത്? നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക, നിങ്ങളെ ശുദ്ധീകരിക്കുക, നിങ്ങളെ ശുദ്ധീകരിക്കുക, കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, സമർപ്പിത സമൂഹങ്ങളെ ശുദ്ധീകരിക്കുക, ദേശങ്ങൾ ശുദ്ധീകരിക്കുക. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. കർത്താവ് സംസാരിക്കുക നമ്മളോട്, ശുദ്ധീകരിക്കുക. പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4:3 എന്താ നമ്മൾ കാണുന്നത്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അസന്മാർഗ്ഗതയിൽ നിന്ന്, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്ന്, ജഡപാപങ്ങളിൽ നിന്ന്, അശുദ്ധിയുടെ വ്യാപാരങ്ങളിൽ നിന്ന്, എല്ലാവിധ ലോകത്തിന് ദുഷിപ്പുകളിൽ നിന്ന്. കാരണം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതില്ലാതെ റിവൈവൽ ഇല്ല, ശുദ്ധീകരണമില്ലാതെ നവീകരണമില്ല, ശുദ്ധീകരണമില്ലാതെ ആത്മീയ ഉണർവില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന റിവൈവലിനായി നമ്മൾ ആത്മാർത്ഥമായി ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടേ മതിയാകൂ. സകല പാപങ്ങളിൽ നിന്നും നമ്മൾ മാത്രം നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണം. കർത്താവിന് യോഗ്യമല്ലാത്ത മാലിന്യങ്ങള്, അശുദ്ധികള് നമ്മുടെ കുടുംബങ്ങളിൽ നീക്കം ചെയ്യണം. അത് ഉറപ്പുവരുത്തണം മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ. നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന്, നമ്മുടെ മിനിസ്ട്രികളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിന് യോഗ്യമല്ലാത്ത എല്ലാ മാലിന്യങ്ങളും അശുദ്ധികളും നീക്കം ചെയ്യുക. അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ പൗത്രീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ. എല്ലാ അശുദ്ധതയിൽ നിന്നും
ഞങ്ങളെ കഴുകണമേ. സ്തുതിക്കുന്നു. പൗലോസ്ലീഹ വീണ്ടും സഭയെ പഠിപ്പിക്കുക. ഇന്ന് നമുക്കാണ് പരിശുദ്ധാത്മാവ് വചനം തരുന്നത്. എന്റെ സഹോദരങ്ങളെ, വചനം വെറുതെ കേട്ടുപോകരുത്. അത് ചങ്കിലേക്ക് ഏറ്റെടുക്കണം. ജീവിതത്തിൽ കൃപയായി മാറണം. ഈ വചനത്തിന്റെ തീ നമ്മിൽ പടരണം. ഈ വചനത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കണം. കൊരിന്ത്യൻകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 Corinthians chapter 7 verse 1, 7:1 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ആകയാൽ സഹോദരങ്ങളെ, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. എത്ര ശക്തമായ വചനമാണിത്! നിങ്ങളെ വചനം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാവിധ അശുദ്ധികളിൽ നിന്ന്, ശ്രദ്ധിച്ച്, നമ്മുടെ ശരീരത്തിന്മേലും നമ്മുടെ ആത്മാവിലുമുള്ള എല്ലാ അശുദ്ധികളിൽ നിന്ന് എന്ന് പറഞ്ഞ് എല്ലാ അശുദ്ധികളിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തോടെ വിശുദ്ധി പൂർണ്ണമാക്കുക. അപ്പൊ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഉള്ള സകല അശുദ്ധികളിൽ നിന്ന്, എല്ലാ മ്ലേച്ഛതകളിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകേണ്ട സഹോദരങ്ങൾ. അവിടെ റിവൈവൽ ഉണ്ടാകുന്നത്. ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ജീവിതത്തിന്മേലും ആത്മാവിന്റെ തീ ഇറങ്ങുകയില്ല. ആത്മാവിന്റെ തീ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ, നമ്മുടെ സഭയിലേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ശുദ്ധീകരണം ഉണ്ടാകണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ചിലപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഉഗ്രസ്ഫോടനമുണ്ടായി, വലിയ അഗ്നിബാധയുണ്ടായി, പലർക്കും പരിക്കേറ്റു, ചിലർ മരണപ്പെട്ടു. ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ എന്തുകൊണ്ട് അഗ്നിബാധയുണ്ടായത്, സ്ഫോടനമുണ്ടായത്? ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരികയാണ്. ഒരു വലിയ തീപിടുത്തത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരുമ്പോൾ വെറുതെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അവിടെ വലിയ തീപിടുത്തം ഉണ്ടാകും, വലിയ സ്ഫോടനം ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് സഭയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ശുശ്രൂഷകളിലും, കുടുംബങ്ങളിലും, മിനിസ്ട്രികളിലും, തലമുറകളിലുമുള്ള ആത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പാർക്കിനായി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ, ഒരു സ്ഫോടനത്തിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അവിടെ ഉഗ്ര സ്ഫോടനം നടക്കും, വലിയ സ്ഫോടനം ഉണ്ടാവും. ഇതുപോലെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാ ആ സ്പാർക്കിനായി നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ഒരുക്കുമ്പോൾ, നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മൾ ഒരുക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ ആത്മീയമായി ശുദ്ധീകരിച്ച് ആത്മാവിന്റെ റിവൈവലിനായി നമ്മുടെ കുടുംബങ്ങളെ സജ്ജമാക്കുമ്പോൾ, നമ്മുടെ സമൂഹങ്ങളെ സജ്ജമാക്കുമ്പോൾ, നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ആരാ? സഭ എന്ന് പറഞ്ഞ വെറും ഒരു സ്ട്രക്ചർ അല്ല. സഭ ദൈവത്തിന്റെ ജനമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് സഭ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുമ്പോൾ സഹോദരങ്ങളെ, ആത്മാവിന്റെ ഒരൊറ്റ സ്പാർക്ക്, ആ സ്പാർക്ക് മതി സഭ മുഴുവനിലും ശക്തമായ ഉണർവ് വെളിപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കാൻ. അപ്പൊ നമ്മൾ അതിനായി നമ്മളെ തന്നെ സജ്ജമാക്കണം. അതാണ് 21 ദിവസത്തെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന, നമ്മളെ സജ്ജമാക്കുകയാണ്, നമ്മൾ അതിനു വേണ്ടി ഒരുക്കുകയാണ്. ഈ ഒരു സ്പാർക്കിന് വേണ്ടി, ഈ ഒരു റിവൈവലിനായി, ആത്മാവിന്റെ കാറ്റ് സഭയിൽ വീശി അടിക്കാൻ വേണ്ടി നമ്മൾ സഭയായി ഒരുങ്ങുകയാണ്.
കുടുംബങ്ങളിൽ ഒരുക്കമുണ്ടാവുകയാ. നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മൾ ഒരുക്കുകയാ. നമ്മളിത് നിസ്സാരമായി കാണരുത് സഹോദരങ്ങളെ. ഇതും കുറെ പ്രോഗ്രാമുകൾ എണ്ണത്തിൽ ഒരു പ്രോഗ്രാമായി കൂട്ടി തള്ളിക്കളയരുത്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഒത്തിരി കഷ്ടതയുണ്ട് ഇതിന്റെ പുറകിൽ, ക്ലേശങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് കണ്ണുനീരോടെയാണ് ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത്. പക്ഷെ ഇത് കർത്താവിൻ്റെ പദ്ധതിയാണെന്നും ഈ കാലഘട്ടത്തിൽ തന്നെ സഭയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ മനസ്സാണ് ഈ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്കായി നിലകൊള്ളുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കണം. ഞാൻ വീണ്ടും പറയാം, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ തീരുമാനങ്ങൾ നിങ്ങൾ അറിയിക്കണം. ഈ സ്പോട്ടിൽ, ഈ സമയം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങൾ കുടുംബത്തിലേക്ക് കൃപ ഇറങ്ങുക മക്കളെ. നിങ്ങൾ വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളിൽ, നിയോഗങ്ങളിൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ചില കെട്ടുകൾ പൊട്ടുകയാ. കാരണം കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന തിരുസഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവജനം ഏറ്റവും അധികം അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവിടെ കർത്താവ് ഇറങ്ങി വന്ന് ആ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കും, അഭിഷേചിക്കും. അവർക്ക് വേണ്ട നന്മകള് കർത്താവ് പ്രദാനം ചെയ്യും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, എല്ലാവിധ അശുദ്ധികളിൽ നിന്നും, എല്ലാവിധ ജഡമോഹങ്ങളിൽ നിന്ന്, അഭിഹിത വേക്ഷകള്, ലോകത്തിന്റെ വ്യാപാരങ്ങള്, അശുദ്ധമായ ബന്ധങ്ങള്, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന റിലേഷൻഷിപ്പ്, ദൈവ കൽപ്പനകളോടുള്ള ലംഘനങ്ങള്, നിരന്തരമായി നമ്മൾ ചെയ്യുന്ന ദൈവ നിന്ദകള്, കർത്താവിനോട് കാണിക്കുന്ന അപമാനങ്ങൾ, അവഹേളനങ്ങള്, സഹോദരങ്ങളെ, ദൈവവചനത്തോട് കാണിക്കുന്ന അനാദരവും അനുസരണക്കേടുകളും, ഇതിനോട് നമ്മൾ അനുദപിക്കണം. കർത്താവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നമ്മൾ കർത്താവിന്റെ മുൻപിൽ കണ്ണുനീരോടെ അനുദപിക്കണം സഹോദരങ്ങളെ. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്നത് നമ്മളെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുപോകരുത്. എല്ലാം ഒന്നിച്ചു പിടിക്കുക, അതിനെ കൊണ്ട് ഇതും പിടിക്കുക അല്ല സഹോദരങ്ങളെ. ദൈവവചനത്തിന് വേണ്ടി ശക്തമായ നിലപാടുകൾ നമുക്കുണ്ടാകണം. സത്യവചനം ജീവിക്കുവാനും സത്യവിശ്വാസം പ്രഘോഷിക്കുവാനുമുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നിലപാടുകൾ ഉണ്ടാകണം. നമ്മൾ അതിനോട് പ്രതിബദ്ധതയുള്ളവരാകണം. ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകുന്ന ജീവിതങ്ങളായി നമ്മൾ മാറരുത്. കർത്താവിന്റെ വചനത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, ത്യാഗമെടുക്കുവാൻ, അതിനായി സഹിക്കുവാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മപ്രവർത്തനത്തിനായി വില കൊടുക്കുവാൻ, ദൈവവചനത്തെ ആദരിക്കുവാനും മാനിക്കുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവേ കൃപ തരണമേ. ഹല്ലേലൂയ. പൗലോസിലേക്ക് വീണ്ടും സഭയെ പഠിപ്പിക്കുക. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, ചിലത് നമ്മൾ വിട്ടുപേക്ഷിക്കാതെ ചിലത് സ്വന്തമാക്കാൻ നമുക്ക് പറ്റുകയില്ല. ചിലതിനോട് നോ പറയാതെ ദൈവകൃപ സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയില്ല. ചിലത് നമ്മൾ മുറിച്ചു മാറ്റാതെ ആത്മാവിന്റെ ശക്തി അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. ആത്മാവിന്റെ ഉണർവ് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കില്ല സഹോദരങ്ങളെ. പൗലോസ് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, 2 Corinthians chapter 6 verse 14, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണ് ഉള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? സഹോദരങ്ങളെ, നമുക്കൊരു നിലപാടുണ്ടാകണമെന്ന് വചനം പറയാ. പരിശുദ്ധാത്മ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ, ആത്മാവിന്റെ തീ സാന്നിധ്യങ്ങളായി നമ്മൾ പ്രകാശിതരാകണമെങ്കിൽ
തൻ്റെ സഭയ്ക്ക് തരുന്ന ആ നവീകരണത്തിന്റെ ഉണർവിന്റെ അനുഭവം സഭാ മക്കളായി നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് കൃത്യമായ നിലപാടുണ്ടാകണം. നമ്മളെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് പോകരുത്. നമുക്കൊരു മിക്സിംഗ് സ്പിരിച്വാലിറ്റി ആകരുത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ആത്മീയത, അത് പരിശുദ്ധാത്മാവ് തരുന്ന ആത്മീയതയല്ല, അത് മനുഷ്യനുണ്ടാക്കുന്ന ആത്മീയതയാണ്. അത് ട്രൂ സ്പിരിച്വാലിറ്റി അല്ല, അത് സത്യവിശ്വാസമല്ല സഹോദരങ്ങളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. നമ്മളെ പാപത്തിനായി തിന്മയ്ക്കായി പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ടുകൾ നമ്മൾ വിച്ഛേദിക്കണം. നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന കൃപയെ തടസ്സപ്പെടുത്തുന്ന അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ്, അതെന്തു തന്നെയാവട്ടെ, ചില മദ്യപാനമാകാം, അശുദ്ധമായ ബന്ധങ്ങളാകാം, ജഡപാപങ്ങളാകാം, എൻ്റെ വെറുപ്പാകാം, എൻ്റെ വൈരാഗ്യ ബുദ്ധിയാകാം, എൻ്റെ അഹങ്കാരമാകാം, ദൈവവചനത്തോട് കാണിക്കുന്ന അനുസരണക്കേടാകാം, പ്രമാണ ലംഘനങ്ങളാകാം, പരിശുദ്ധ കുർബാനയോടുള്ള നിന്ദയാകാം. സഹോദരങ്ങൾ, അതെന്ത് തന്നെയാകട്ടെ, അതിനോട് നോ പറയാതെ, അത് വിട്ടുപേക്ഷിക്കാതെ നമുക്ക് ഈ കൃപയുടെ അനുഭവം സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് ഉണർവ് അനുഭവിക്കാൻ പറ്റില്ല. നമ്മളെ തന്നെ ഒരുക്കണം സഹോദരങ്ങളെ. കർത്താവ്, നിങ്ങൾ കൂട്ടുചേരരുത്, നിങ്ങൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാവരുത്. പാപവുമായി, തിന്മയുമായി, ദുഷിപ്പുമായി, ലോകമോഹങ്ങൾ, ജഡപാപങ്ങളുമായി എൻ്റെ ജനത്തിന് യാതൊരു സമ്പർക്കവും അരുതെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. ഇനി 6:17 വായിച്ച്, 6:17 പെട്ടെന്ന് വായിച്ച്. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരിക, അവരിൽ നിന്ന് വേർപിരിയുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായി തോന്നുന്നു നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, ഞാൻ നിങ്ങളെ നവീകരിക്കും, ഞാൻ നിങ്ങളെ ഉണർത്തും, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ ഞാൻ പ്രദാനം ചെയ്യും. എപ്പോഴാണ്? എല്ലാ അശുദ്ധികളിൽ നിന്നും നമ്മൾ മാറുമ്പോൾ, എല്ലാ അശുദ്ധികളിൽ നിന്നും നമ്മൾ വേറിട്ട് നിൽക്കുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രം, നമ്മുടെ കുടുംബത്തിലും വേണം. കുടുംബത്തെ ശുദ്ധീകരിക്കണം പരിശുദ്ധാത്മ തരുന്ന ഉണർവിനും അഭിഷേകത്തിനുമായി. നമ്മളതിൽ വളരെ കർക്കശ സ്വഭാവമുള്ളവരാവണം. വിട്ടുവീഴ്ചയരുത്. ദൈവവചനത്തിൽ ഒരു വിട്ടുവീഴ്ചയരുത്. മനസ്സിലാകുന്നവർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ജീവിതത്തിലോട്ട് വരുമ്പോൾ പാപബന്ധനങ്ങളെ, മ്ലേച്ഛതകളെ, ലോകത്തിന്റെ ദുഷിപ്പുകളെ, ജഡപാപങ്ങളെ, ജഡീക സുഖങ്ങളെ, ലോകമോഹങ്ങളെ, ലോകത്തിന്റെ സുഖലോലുപതകളെ നമ്മൾ വിട്ടുപേക്ഷിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 6:16 വായിച്ച്. 6:16 ദൈവത്തിന്റെ ആലയത്തിൽ അവിടെ പറയാണ്, എൻ്റെ അടുത്ത വചനത്തിലോട്ട് വരിക. അവിടെ പറയാണ്, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ശ്രദ്ധിക്കണം, അവർ എൻ്റെ ജനവുമായിരിക്കും. ഇതിനോട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറയുന്നത്, അവർ എൻ്റെ ജനവുമായിരിക്കും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ റിപ്പന്റ് ചെയ്യണം, അനുഭവിക്കണം. അവിടേക്ക് വന്നുപോയ അശുദ്ധികള്, തിന്മകള്, ജഡത്തിന്റെ ബന്ധനങ്ങള്, അതിലൂടെ വന്നുപോയിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങൾ, പൈശാചിക പീഡകള്, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ തലമുറകളും പലപ്പോഴും നാശത്തിലേക്കും തകർച്ചയിലേക്കും കൊടി വിപത്തുകളിൽ അകപ്പെടുന്നതിന് ഒരു അടിസ്ഥാന കാരണം സഹോദരങ്ങളെ, നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കുന്നില്ല. പാപം പാപമാണെന്ന് അറിഞ്ഞിട്ടും, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും, ദൈവവചനത്തിന് വിരുദ്ധമായ ചെയ്തികളാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് തരുന്ന സുഖം ഓർത്തുകൊണ്ട് അത് ഉപേക്ഷിക്കാതെ ആ ജഡപാപങ്ങളിൽ, ലൗകികതകളിൽ, ചില തെറ്റായ ബന്ധങ്ങളിൽ, ദൈവമില്ലാത്ത ചില റിലേഷൻഷിപ്പുകളിൽ, കൃപയെ തടയുന്ന, അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന ചില പൈശാചിക മോഹങ്ങളിൽ നമ്മൾ കുരുങ്ങിക്കെടുക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്കൊരിക്കലും പരിശുദ്ധാത്മ അനുഭവം ലഭിക്കുകയില്ല. ആത്മാവിന്റെ ഉണർവ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. സകല പാപങ്ങളിൽ നിന്നും
നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഒന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് കർത്താവേ, ഈ ജൂബിലി വർഷത്തിൽ സഭ മുഴുവനിലും ശുദ്ധീകരണത്തിന് തീയായി പരിശുദ്ധാത്മ വെളിപ്പെടട്ടെ. സഭ മുഴുവന്റെ മേലും ഉണർവിന്റെ തീയായി പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും ഈ തീയിറങ്ങട്ടെ. റൂഹായുടെ തീ തലമുറകളിലേക്ക്, ദേശങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് റൂഹായുടെ തീയിറങ്ങട്ടെ. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ പടരട്ടെ. കരമുയർത്തിയൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Rikhala Baba Baba. കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ശുദ്ധീകരിക്കണമേ എന്നെ. പരിശുദ്ധാത്മ തീ പടരട്ടെ. റുഹായുടെ തീ കത്തട്ടെ. സഭ മുഴുവന്റെ പേരും കത്തട്ടെ. നവീകരിക്കണമേ, സഭയെ നവീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി നവീകരിക്കണം. തിരുസഭ മുഴുവൻ നവീകരിക്കപ്പെടട്ടെ. സഭയുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. സമർപ്പിത സമൂഹങ്ങൾ നവീകരിക്കപ്പെടട്ടെ. കൂട്ടായ്മകൾ നവീകരിക്കപ്പെടട്ടെ. യുവജനങ്ങൾ നവീകരിക്കപ്പെടട്ടെ. അഭിഷേകം ചെയ്യണമേ, സഭയെ അഭിഷേകം ചെയ്യണമേ. ആത്മാവാ അഗ്നിയിറക്കി അഭിഷേകം ചെയ്യണമേ. സഭയെ അഭിഷേകം ചെയ്യണമേ. ആമേൻ, ആമേൻ. ആത്മാവാ അഗ്നിയിറക്കി അഭിഷേകം ചെയ്യണമേ. ആഗ്രഹിച്ച് ഉണർത്തിടേണമേ, സഭയെ ഉണർത്തിടേണമേ. ആത്മാവാ അഗ്നിയിറക്കി ഉണർത്തിടേണം. തിരുസഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെടട്ടെ. എല്ലാ ആത്മീയ മന്ദതകളും മന്ദോഷതകളും വിട്ടൊഴിയട്ടെ. പ്രാർത്ഥിക്കുക, വചനത്തിന് വളരാൻ, കൗതാശിക ജീവിതം നയിക്കാൻ എല്ലാവരും ഉണർത്തപ്പെടട്ടെ. ഉണർത്തിടേണമേ, നവീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. അഭിഷേകം നൽകണമേ. അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. നമ്മുടെ സഹോദരങ്ങളെ, അനുതാപ ഹൃദയത്തോടെ കണ്ണുനീരോടെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സമർപ്പിതർക്കും വന്യവൈദികർക്കും വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അതിനുള്ള സമയമാണിത്. പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ അത് റിപ്പന്റ് ചെയ്യണം, അനുതപിക്കണം. നമ്മൾ ഒത്തിരി അനുതപിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മളിൽ വന്നുപോയ എല്ലാ ജഡീകതകൾ, ജഡപാപങ്ങളെ ഓർത്ത്, ലൗകികതകളെ ഓർത്ത്, ലോകമോഹങ്ങൾ, സുഖാരൂപി
പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട് നമ്മൾ പ്രാർത്ഥനയിൽ കാണിക്കുന്ന അനാസ്ഥകൾ, അനാദരവുകൾ, അലസതകൾ, അശ്രദ്ധകൾ റിപ്പന്റ് ചെയ്യണം, അനുതപിക്കണം. ഒത്തിരിയേറെ നമ്മൾ അനുതപിക്കണം. എൻ്റെ സഹോദരങ്ങളെ, വ്യക്തമായി ദൈവത്തിൻ്റെ റൂഹ പറയുന്നു. വെളിപാട് പുസ്തകം 3:21 നിങ്ങൾ വായിച്ചേ. അതിനെല്ലാവരും ഒരുമിച്ച് വായിച്ചേ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 23-ാം വചനത്തിലെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഒരു വലിയൊരു സമയമാണ്. തീത്തറയിലെ സഭയോട് പറയാണ്. എന്താ പറയുന്നത്? ആ വചനം എന്താണ്? വായിച്ചേ. ഞാൻ വിജയം വരിച്ച് 3-ാം അധ്യായം, വെളിപാട് പുസ്തകം. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം എല്ലാം തെറ്റി അത് ഡിസ്പ്ലേ വന്നതാണ്. 2:21 വായിക്കുക. അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. ആരാണ് ഈ അവള്? ഞാനും നിങ്ങളുമാണ്. സഭാ മക്കളാണ്, ദൈവത്തിന്റെ ജനമാണ്. അനുതപിക്കാൻ നമുക്ക് ഒരുപാട് അവസരം നൽകി. നമ്മളിവിടെ വന്നുപോയി അനുസരണക്കേടുകള്, ദൈവനിന്ദകള്, കർത്താവിനേറ്റ അവഹേളനങ്ങള്, അപമാനങ്ങള്, ദൈവവചനത്തോട് കാണിച്ച ലംഘനങ്ങള്, കർത്താവിൻ്റെ കൽപ്പനകളോട് കാണിച്ച അനുസരണക്കേടുകള്, ഇതിനെ പ്രതി ഒരുപാട് അനുതപിക്കാൻ കർത്താവ് അനേക പ്രാവശ്യം നമുക്ക് അവസരം നൽകി. എന്നാൽ വചനം പറയാണ്, എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെ കുറിച്ച് ശ്രദ്ധിക്കണം നിങ്ങള്. വ്യഭിചാരത്തെ കുറിച്ച്, തന്റെ ജഡപാപങ്ങളെ കുറിച്ച്, തന്റെ അശുദ്ധികളെ കുറിച്ച്, തന്റെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ശുശ്രൂഷ വെളിയിൽ വന്നുപോയ അശുദ്ധികളെ കുറിച്ച്, അവിശ്വസ്തതകളെ കുറിച്ച്, തിന്മകളെ കുറിച്ച് അനുതപിക്കാൻ തയ്യാറാകുന്നില്ല. അവർ കൂട്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉണർവുണ്ടാകാത്തത്? പരിശുദ്ധാത്മന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ വചനമനുസരിച്ച് ആത്മാവ് തരുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് പാപങ്ങളെ, അശുദ്ധികളെ, മ്ലേച്ഛതകളെ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. അവൾ കൂട്ടാക്കുന്നില്ല. കർത്താവ് വേദനയോടെ പറയാ, അവർ തയ്യാറാകുന്നില്ല അനുതപിക്കുവാനായിട്ട് ജഡപാപങ്ങളെ കുറിച്ച്. വീണ്ടും വെളിപാട് പുസ്തകം 9:21 വെളിപാട് 9:21 എന്ന് പറയും, തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് കർത്താവിന്റെ വചനം ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു റിവൈവലിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മുടെ തലമുറകൾ സുഖപ്പെടുവാൻ, നമ്മുടെ സഭ നവീകരിക്കപ്പെടുവാൻ, നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാൻ, നമ്മുടെ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മ നമ്മളെ നയിക്കുവാൻ, കർത്താവിന്റെ പരിപാലനം നമ്മൾ അനുഭവിക്കുവാൻ, സഹോദരങ്ങളെ, നമ്മൾ റിപ്പന്റ് ചെയ്യണം. പൂർണ്ണ ഹൃദയത്തോടെ അനുതപിച്ച് പ്രാർത്ഥിക്കണം. നമ്മെ തന്നെ ശുദ്ധീകരിക്കണം നമ്മൾ. റോമാക്കാർക്ക് ഇത് ലേഖനം 8:8, റോമൻസ് ചാപ്റ്റർ 8:8 എന്താ പറയുന്നത്? ജഡീക താല്പര്യങ്ങളിൽ, ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ഒരു ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവാഹം ഇന്ന് കുറഞ്ഞു വരുന്നതിന് കാരണം എന്താ? നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. വചനത്തിൽ കണ്ടു, ജഡീക പ്രവണതകൾ അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അതൊരുപാട് കർത്താവിനെ അവഹേളിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 3:19 ആ വചനം നിങ്ങൾ ഒന്നിച്ച് വായിച്ച്, അതിനാൽ നിങ്ങളെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുവീൻ, കർത്താവിലേക്ക് തിരിയുവീൻ. അവിടെയാ ഉണർവുണ്ടാകുന്നത്.
അവിടെ ആത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെടുന്നത്. സക്രിയ പ്രവചനം 1:3 എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്. ഇവിടെ കർത്താവ് പറയാണ്, സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവീൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. സഹോദരങ്ങളെ, നമ്മൾ അനുതാപ ഹൃദയത്തോടെ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് തന്റെ ജനമായ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതാണ് റിവൈവൽ, അതാണ് ഉണർവ്. തന്റെ ജനത്തിന്റെ മേൽ തന്നെ തന്നെ ആത്മാവ് പകരുന്നതിനെയാണ് നമ്മൾ റിവൈവൽ, ഉണർവ്, നവീകരണം എന്നൊക്കെ പറയുന്നത്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, ഞാനും നിങ്ങൾ അടുത്തേക്ക് വരും. ആത്മാവ് തന്നെ തന്നെ നമ്മുടെ മേൽ പകരും. ശക്തമായ ആത്മ പകർച്ചയുണ്ടാവും, ആത്മാവിന്റെ പകർച്ചയുണ്ടാകും, വചനത്തിന്റെ പകർച്ചയുണ്ടാകും, കൃപയുടെ പകർച്ചയുണ്ടാകും, അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകും, ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ചയുണ്ടാകും. സഹോദരങ്ങളെ, അതാണ് റിവൈവൽ, അതാണ് ഈ ഉണർവ് അല്ലെങ്കിൽ റിന്യൂവൽ, നവീകരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ അനുതാപ ഹൃദയത്തോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എങ്ങനെ വരണം? നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്, എല്ലാ പാപങ്ങളിൽ നിന്നും. അവിടെ നോ കോംപ്രമൈസ്, അവിടെ ഒരു ഒഴികഴിവില്ല സഹോദരങ്ങളെ. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. തന്റെ വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല, ആത്മാവ് പ്രവർത്തിക്കുകയില്ല. ദൈവത്തിന്റെ വചനം എന്നോട് നിന്നോട് എന്തു പറയുന്നുവോ അത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അനുസരിക്കണം. കാരണം വചനം യേശുവാണ്, വചനം പരിശുദ്ധാത്മാവാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ, മറന്നു പോകരുത്. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരിക. അതിന് വലിയ ഉദാഹരണം കാണാൻ പറ്റും. പഴയ നിയമത്തിൽ നമുക്ക് പല ഉണർവുകളും കാണാം. അതിലൊരു ഉണർവാണ് സാമുവേൽ പ്രവാചകന്റെ കാലത്ത് ദൈവജനത്തിൽ സംഭവിച്ച ഉണർവ്. ആ ഉണർവ് എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? സെക്കൻഡ് സാമുവേലിന്റെ 1-ാം പുസ്തകം, സെക്കൻഡ് അല്ല, ഫസ്റ്റ് സാമുവേൽ, 1 സാമുവേൽ 7-ാം അധ്യായം 6-ാമത്തെ വചനം. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിക്കണം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിലേക്ക് പകർന്നു. അത് ഒരു പ്രായശ്ചിത്ത പ്രവൃത്തിയാണ്. വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിലേക്ക് പകർന്നു എന്ന് പറയുന്നത് അതൊരു അനുതാപത്തിന്റെ, പ്രായശ്ചിത്തത്തിന്റെ, അതൊരു പരിത്യാഗത്തിന്റെ പ്രവൃത്തിയാണ്. ജനം മുഴുവൻ അവര് തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയാണ്. തുടർന്ന് എന്താ പറയുന്നത്? ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു. അതാണ് സഹോദരങ്ങളെ ഉണർവിലേക്ക് നയിക്കുന്നത്. ദൈവജനം അനുതാപ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു, ആത്മപകർച്ചയുണ്ടാകുന്നു, ദൈവവചനത്തിന്റെ പകർച്ചയുണ്ടാകുന്നു. അതാണ് റിവൈവൽ, അതാണ് ഉണർവ്. പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വ്യവസ്ഥ കൃത്യമായി പാലിക്കണം. നമ്മൾ അനുതപിക്കണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിക്കുമ്പോഴാണ് ഈ റിവൈവല് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് പരിശുദ്ധാത്മ ഈ സ്പാർക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ നാം നമ്മൾ തന്നെ ഒരുക്കി കഴിയുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ മതി, അവിടെ ഭയങ്കര സ്ഫോടനം ഉണ്ടാകും. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു സ്പാർക്കാണ് സഭയ്ക്ക് ആവശ്യം. അതിന് നമ്മൾ സഭയെ സജ്ജമാക്കണം. സഭ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിന് ജനമാണ്. നമ്മൾ തന്നെ അതിനായി ഒരുങ്ങണം. നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കണം, നമ്മുടെ സമൂഹങ്ങളെ ഒരുക്കണം, നമ്മുടെ മിനിസ്ട്രികൾ ഒരുക്കണം, ധ്യാന കേന്ദ്രങ്ങൾ അതിനായി ഒരുങ്ങണം, സഭയുടെ കൂട്ടായ്മകൾ ഒരുങ്ങണം. ഇങ്ങനെ ഒരുങ്ങിക്കഴിയുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക്, ശ്രദ്ധിച്ചത് നിങ്ങള്, ഒരു ചെറിയ സ്പാർക്ക് അതിനകത്തേക്ക് വന്നാലുണ്ടല്ലോ വലിയൊരു തീപിടുത്തമായിരിക്കും. ഹല്ലേലൂയ! ഓ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പാടി പ്രാർത്ഥിച്ചു,
പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ. കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങൾ ഉണർത്തണമേ കർത്താവേ, ഞങ്ങൾക്ക് ഉണർവ് നൽകണമേ. സഭയിൽ വലിയൊരു റിവൈവൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ ആത്മാവിന്റെ വലിയ ഉണർവ് വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. നമ്മളതിന് അവസാനത്തോട്ട് വരിക സഹോദരങ്ങളെ. ദാനിയേൽ പ്രവചനം 12:10. ഇന്ന് ലോകത്തിലും സഭയിലൊക്കെ നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവുകയോ നിരാശപ്പെടുകയല്ല വേണ്ടത്. പ്രത്യാശയോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. നമ്മൾ നല്ല പ്രത്യാശയുള്ളവരാകണം. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനമുള്ളവരാണ്. നമ്മൾ പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്. നമ്മൾ പ്രത്യാശയുടെ ജനമാണ്. നമ്മൾ പ്രത്യാശയുടെ ജനമാണ്. 12:10 എന്താ പറയുന്നത്? അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കുക. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അവർ ഇതൊന്നും ഗ്രഹിക്കുകയില്ല. എന്നാൽ ജ്ഞാനമുള്ളവർ ഇതെല്ലാം ഗ്രഹിക്കും. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. അവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി, ആത്മാവ് തരുന്ന റിവൈവലിനായി, ആത്മാവിൻ്റെ കൃപാദാനങ്ങൾക്കായി, ആത്മപകർച്ചയ്ക്കായി, ആത്മാവ് തരുന്ന റിന്യൂവൽ, നവീകരണത്തിന് ശ്രേഷ്ഠമായ അനുഭവം സ്വന്തമാക്കുവാനായി അവർ തങ്ങളെ തന്നെ ഒരുക്കും. കുടുംബങ്ങൾ ഒരുങ്ങും, സമൂഹങ്ങൾ ഒരുങ്ങും. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കുക. കർത്താവെ, ഞങ്ങളെ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:8 ശിമിയോൻ പത്രോസിനെ നോക്കി കർത്താവ് പറഞ്ഞൊരു ശ്രേഷ്ഠമായ വാക്കുണ്ട്. ഇന്ന് ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ കർത്താവ് നമുക്കോട് പറയുന്ന വചനം അതാണ്. എന്താണ് ആ വചനം? യോഹന്നാൻ 13:8 പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. സഹോദരി സഹോദരങ്ങളെ, നമ്മളെ കഴുകുവാൻ കർത്താവിനെ അനുവദിക്കണം. കർത്താവെ, എന്നെ കഴുകണമേ, കർത്താവെ, എന്നെ കഴുകണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ അശുദ്ധികളിൽ നിന്നും, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ ജഡബന്ധനങ്ങളിൽ നിന്നും, എല്ലാ ലൗകികതയിൽ നിന്നും, ലോകത്തിന്റെ സകലവിധ ആസക്തികളിൽ നിന്നും, സുഖലോലുപതയിൽ നിന്നും കർത്താവെ, എന്നെ കഴുകണമേ. ചങ്കുപൊട്ടി ആത്മാർത്ഥമായി കർത്താവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ഇത് ഏറ്റുപറയാൻ എത്ര പേർക്ക് കഴിയും? കർത്താവെ, എന്നെ കഴുകണം, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. ആത്മാവിന്റെ പകർച്ചയ്ക്കായി, ആത്മാവ് തരുന്ന റിവൈവലിനായി കർത്താവെ, കുടുംബങ്ങളെ കഴുകണമേ, എന്റെ സഭയെ കഴുകണമേ, എന്റെ സമൂഹത്തെ കഴുകണമേ, എന്റെ തലമുറകളെ കഴുകണമേ. സ്തുതിക്കുന്നു സഹോദരങ്ങളെ, അതിനുള്ള സമയമാണിത്. കർത്താവ്, എന്നെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ഈ ജൂബിലി വർഷത്തിൽ കേരള സഭയിൽ ഉണർവിന്റെ ശക്തമായ ഒരു വേവ്, ഒരു തരംഗമാഞ്ഞടിക്കുവാൻ, സഭ മുഴുവനെയും ഉണർത്തുന്ന റൂഹായുടെ തീ സഭയിൽ പടരുവാൻ, ആത്മാവിന്റെ കാറ്റ് സഭ മുഴുവന്റെ മേലും വീശിയടിക്കുവാൻ, അത് സഭയെ നവീകരിക്കുന്ന, അത് സഭയെ ശക്തീകരിക്കുന്ന, അത് സഭയെ പടുത്തുയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ പ്രവർത്തനമായി മാറുവാൻ നാം ആഗ്രഹിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. കർത്താവ്, ഈ ജൂബിലി വർഷത്തിൽ, ഈ 2025 തന്നെ ഞങ്ങൾ ആ പ്രവൃത്തി കാണുവാൻ ഞങ്ങൾക്കിട നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ സഹോദരങ്ങളെ, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ആ തീരുമാനങ്ങൾ നിങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവ് ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ സഭ ആര് സ്നേഹിക്കുന്നുവോ, തൻ്റെ സഭയ്ക്ക് വേണ്ടി ആര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ, തൻ്റെ സഭയുടെ നന്മയ്ക്കും ശുദ്ധീകരണത്തിനും
സഭയുടെ വളർച്ചയ്ക്കുമായി ആരൊക്കെ പരിത്യാഗം ചെയ്യുന്നുവോ, അതിനുവേണ്ടി അധ്വാനിക്കുന്നുവോ, കഷ്ടപ്പെടുന്നുവോ, അവരൊരിക്കലും കർത്താവ് കൈവിടുകയില്ല. കർത്താവ് അവരെ പരിപാലിക്കും, അവരെ പരിപോഷിപ്പിക്കും. അതിനാൽ സഹോദരങ്ങൾ, നമ്മുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും പ്രധാന വഴി എന്താണെന്നറിയൂ? നിങ്ങൾ സഭയെ സ്നേഹിക്കുക, സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു പ്രവചന ദൂതുണ്ട്. എൻ്റെ മകനെ, എൻ്റെ സഭയെ സ്നേഹിക്കാതെ സഭയിലുള്ള നിന്റെ ശുശ്രൂഷകളെ ഞാൻ അഭിഷേകം ചെയ്യുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ സഭയെ സ്നേഹിക്കാതെ സഭയിലുള്ള നിന്റെ ശുശ്രൂഷകളെ ഞാൻ അഭിഷേകം ചെയ്യില്ല, ഞാൻ അനുഗ്രഹിക്കുകയില്ല. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിൻ്റെ മനസ്സ് തൻ്റെ സഭയിലാണ്. നമ്മൾ ഹൃദയത്തിൽ പോലും സഭയ്ക്കെതിരെ ചിന്തിക്കരുത്, സഭയ്ക്കെതിരെ സംസാരിക്കരുത്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കരുത്. അത് കർത്താവിനോടുള്ള തീക്കളിയാണ്. സക്രിയ പ്രവചനം 2:8 പറയുന്നു, എൻ്റെ കൃഷ്ണമണിയെ തൊട്ട് കളിക്കുന്നവൻ അത് അപകടമാണ്. കർത്താവിൻ്റെ കൃഷ്ണമണിയെ തൊട്ട് കളിച്ചാൽ എന്താ സംഭവിക്കുക? കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് കർത്താവിൻ്റെ സഭ. കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ പൂന്തോപ്പ്, കർത്താവിൻ്റെ മനോഹരമായ തോട്ടം, കർത്താവിൻ്റെ നിർമ്മലമായ മണവാട്ടി, പരിശുദ്ധമായ സഭ. നമുക്ക് സഭയെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം. സഭയുടെ നവീകരണത്തിനായി നമുക്കൊന്നിച്ച് ഈ 21 ദിനങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഉപവാസത്തോടെ നമ്മൾ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് ദൈവ പദ്ധതിയോട് നമുക്ക് സഹകരിക്കാം. നിങ്ങൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അനേകരെ കൂട്ടിക്കൊണ്ടുവരുടെ ശുശ്രൂഷയ്ക്ക് 8 ദിനങ്ങൾ പിന്നിടുകയാണ്. നമ്മൾ അനേകരോട് പറയണം സഹോദരങ്ങളെ, അനേകരോട് പങ്കുവയ്ക്കണം. ഈ കാലഘട്ടത്തിൽ ഈ ഒരു ശുശ്രൂഷയുടെ പ്രാധാന്യവും ആവശ്യകതയും നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. ഇവിടുത്തെ പോസ്റ്ററുകളും ഇവിടെ നയിക്കുന്ന ലിങ്കുകളൊക്കെ അനേകർക്ക് അയച്ചു. അത് വലിയ സുവിശേഷ വേലയല്ലേ? അതിലുപേക്ഷ കാണിക്കരുത്. ഷെക്കേന ന്യൂസിലൂടെ 10,000 ലക്ഷങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലിരുന്ന്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ സമൂഹത്തിലോ ജോലി സ്ഥലത്തോ എവിടെയാവട്ടെ, നിങ്ങൾ സ്നേഹപൂർവം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ വലിയ ഒരുക്കത്തോടെ പങ്കെടുക്കുക. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ പരിപാലിക്കും. ഒരു മുട്ടുപാടുമില്ലാതെ നമ്മുടെ വഴി നടത്താൻ കർത്താവിന് സാധിക്കും. അപ്പം നിങ്ങൾ ഷെക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാധ്യമ ശുശ്രൂഷ നിലനിൽക്കുവാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ തൻ്റെ സഭയ്ക്കും തൻ്റെ ജനത്തിനും ഈ ലോകത്തിനും ഒരു അനുഗ്രഹമായി മാറാൻ പ്രാർത്ഥിക്കുക.